നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുപോലെ ഇന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണർത്തണം എന്നുദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഈ സ്വത്ത്, പണം എന്നൊക്കെ പറയുന്നത് അതെല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. എല്ലാ മനുഷ്യൻ്റെയും നിലനിൽപ്പിന് ആധാരമായുള്ളതാണ് സമ്പത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ഓതിയ സൂറത്തുൻ നിസായിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഈ ധനം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത കുട്ടികളുടെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ കൈകളിലൊന്നും നിങ്ങൾ ഈ പണം നൽകരുത്. കാരണം അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങൾക്ക് അള്ളാഹു നിലനിൽപ്പിന് ആധാരമായി നിർണയിച്ചതാണ് ഈ പണം, ധനം എന്നത്. അപ്പോൾ ധനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതെല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അത് കുറേ ആൾക്കാർക്ക് ആവശ്യമില്ല എന്നൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. അപ്പം അനന്തര സ്വത്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അനന്തരാവകാശികളായ എല്ലാവർക്കും ആവശ്യമുള്ളത് ആണ് ധനം എന്ന ഒരു രീതിയിലാണ് ഇസ്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അത് എത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും നിങ്ങളത് അർഹപ്പെട്ട ആളുകൾക്ക് അത് നൽകിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ സ്വത്തൊക്കെ ഒന്ന് ഓഹരി വെച്ച് എല്ലാവർക്കും നൽകി ഒന്ന് സ്വസ്ഥമാകുക, അതാണ് നല്ലത് എന്ന് പലപ്പോഴും പല രക്ഷിതാക്കളും ഉദ്ദേശിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും ഒരു സതുദ്ദേശമായിരിക്കും. തൻ്റെ മക്കള് സ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്ന, അതിനുവേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകയും പിണങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ കാണുമ്പോൾ, വേണ്ട, ഇതൊക്കെ ഒരു കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ തന്നെ അങ്ങോട്ട് ഓരി വെച്ച് കൊടുക്കുകയാണ് നല്ലത്, എന്നാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന ഒരു സതുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ അനന്തരാവകാശികളിൽ ചിലരോടുള്ള ഒരു അനിഷ്ടം, ഇപ്പം എൻ്റെ സ്വത്ത് അത് ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആവശ്യമുള്ളവർക്കൊക്കെ വേഗം നൽകട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം അത് ഇന്ന ആളുകളും ഇന്നവരും ഒക്കെ അത് കൊണ്ടുപോകും, അത് വേണ്ട എന്ന് വിചാരിച്ച് ദുരുദ്ദേശത്തോടു കൂടി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും സതുദ്ദേശമേ നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ഈ അനന്തര സ്വത്ത് എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ വിതരണം നൽകുന്ന സ്വത്തിന് സാങ്കേതികമായി പ്രയോഗിക്കുകയില്ല, പറയില്ല. ഒരു സ്വത്ത് അനന്തര സ്വത്തായി മാറണമെങ്കിൽ അത് അയാളുടേതല്ലാതെയായി മാറണം. അതായത് അദ്ദേഹം മരണപ്പെടുമ്പോഴാണ് സ്വത്ത് അനന്തര സ്വത്താകുന്നത്. ചില ആളുകളൊക്കെ ഒന്ന് ചോദിക്കും, എൻ്റെ സ്വത്ത് ഞാൻ അനന്തരാവകാശികൾക്ക് ഉള്ളതാണല്ലോ, അപ്പം അത് ഞാൻ അങ്ങോട്ട് അനന്തര സ്വത്താണ്ട് ഓരിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കും. അപ്പം അനന്തര സ്വത്ത് എന്ന അതിന് പേരെന്നെ പറയാൻ പറ്റുന്നതല്ല, അത് യഥാർത്ഥത്തിൽ തൻ്റെ സ്വത്താണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവരെ തൻ്റെ കയ്യിലുള്ള ധനം അത് അയാളുടേതാണ്. അത് വേറൊരാൾക്കും അതിലൊരു അവകാശമില്ല. അള്ളാഹു നിശ്ചയിച്ച സക്കാത്തിൻ്റെ ഒക്കെ അവകാശികൾ കഴിച്ചാൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അള്ളാഹു നിശ്ചയിച്ച അവകാശികൾ, താൻ ചെലവിന് കൊടുക്കേണ്ട ആളുകളുടെ അവകാശം എന്നൊക്കെ പറയുന്ന അത്തരം അവകാശങ്ങളല്ലാതെ നേരിട്ട് ആ സ്വത്തിന്റെ അവകാശി അദ്ദേഹം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാധ്യത, അല്ലെങ്കിൽ ആ സ്വത്തിന്റെ ഉടമസ്ഥ ആണായാലും പെണ്ണായാലും അവരുടെ ബാധ്യത അത് ഹലാലായ മാർഗത്തിൽ അത് വിനിയോഗിക്കുക എന്നാണ്. അവിടെ ഹറാമല്ലാത്ത മാർഗം സ്വീകരിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യണം എന്നാണ് അവർക്കുള്ളത്. അപ്പോൾ
അപ്പൊ ജീവിതകാലത്ത് നമ്മൾ ഓഹരി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് അനന്തര സ്വത്തല്ല യഥാർത്ഥത്തിൽ ഓഹരി വെച്ച് കൊടുക്കുന്നത്. മറിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്വത്ത് അത് ഇഷ്ടദാനം നൽകുക. അത് നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് നൽകുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ സതുദ്ദേശത്തിന്റെ പേരിൽ നൽകുകയാണ്. അതിനെ പൊതുവിൽ മുസ്ലിം ലോക പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് കാരണം പറയുന്നത്, ഒന്ന്, ഈ ജീവിക്കുമ്പോൾ തന്നെ അത് ഓരി വെക്കണം എന്നുള്ള ചിന്ത വരാൻ പലപ്പോഴും അതൊരു നമ്മൾക്ക് അതിലൊരു പല താല്പര്യങ്ങളുടെയും പേരിൽ അങ്ങനെ വരാറുണ്ട്. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ജീവിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ അവനവന്റെ കയ്യിലുള്ള ധനം മക്കൾക്കിടയിലോ വിതരണം ചെയ്യുമ്പോൾ അത് നീതിപൂർവകമാകണം എന്നതാണ് ഇസ്ലാം അതിന് നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന. അത് നീതിപൂർവകമാണ്. അപ്പോൾ നമ്മൾ ഓഹരി വെച്ച് കൊടുക്കുമ്പോൾ, നമ്മളെ ഓഹരി വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പല താല്പര്യങ്ങളും, നമുക്ക് ചിലരോടുള്ളൊരു ഇഷ്ടം കൂടുതൽ, ചിലരോടുള്ളൊരു ഇഷ്ടക്കുറവ്, അതൊക്കെ അതിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന സ്വത്ത് നല്ലത്, അതെന്നാൽ അവനാകട്ടെ അവൾക്കാകട്ടെ എന്നൊക്കെ നമ്മളുടെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് അത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അനീതി അതിൽ വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് അനാവശ്യമായ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മളുടെ കാലശേഷം എങ്ങനെയാണ് ഈ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഏതായാലും ഒരു ഉത്തരവാദിത്വമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വത്ത് അതെങ്ങനെ, ആര് വിതരണം, എങ്ങനെ രീതിയിൽ അത് കൈകാര്യം ചെയ്താലും നമ്മളതിന് ഉത്തരവാദിയാകുന്നില്ല. നമ്മൾക്ക് അതിന്റെ പേരിലൊരു നമ്മളെന്തെങ്കിലും എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു ഉത്തരവാദിയാകുന്നില്ല. മരിച്ചതിന് ശേഷം അത് കുട്ടികൾ അത് ഏതെങ്കിലും രീതിയിൽ അതിൽ കടിപിടി കൂടി അടിപിടി കൂടി അങ്ങനെയൊക്കെ ചെയ്താലും ഇല്ലെങ്കിൽ എങ്ങനെയായാലും ശരി അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അപ്പോൾ മരിച്ചതിന് ശേഷം തൻ്റെ സ്വത്ത് അത് അള്ളാഹു, പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ രീതിയിൽ അത് വിതരണം ചെയ്തോട്ടെ. അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് അത് ആ കാര്യത്തിന് വിട്ടേച്ചു പോവുകയാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് ഈ ഷെയ്ഖ് ബിൻ ബാസിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, ഈ സ്വത്ത് ജീവിതകാലത്ത് മക്കൾക്ക് ഓഹരി വെച്ച് നൽകുന്നത് അവനവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ ഒരു വിഷയത്തിൽ നമ്മളുടെ തലയിലേക്ക് ചില പാപങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് ഏറ്റെടുക്കുക. അതിന്റെ ആവശ്യമില്ല. അത് ആ രീതിയിൽ തന്നെ നൽകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സംഗതിയാണ്, യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ശക്തമായി തന്നെ നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അനന്തര സ്വത്തിന്റെ വിഹിതം വെക്കുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായ അള്ളാഹു പറഞ്ഞു തന്നൊരു സംഗതി ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ എന്തെങ്കിലും ഒരു ധൃതി കൂട്ടേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം, നമ്മുടെ സ്വത്ത് മുഴുവൻ നമ്മുടെ അനന്തരാവകാശികൾക്ക് ജീവിക്കുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ പല രീതിയിലൂടെയും കടന്നു പോകേണ്ടി വരും. കുറച്ചു കാലം കഴിഞ്ഞ ശേഷം തനിക്ക് സ്വത്തിന്റെ ആവശ്യം വന്നേക്കാം. തൻ്റെ സ്വത്ത് അപ്പോൾ തനിക്ക് ഉപയോഗിക്കാൻ കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെ ധാരാളം ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഇല്ലാത്ത സംഗതിയല്ല. സ്വത്ത് ആരുടെയെങ്കിലും പേരിൽ എഴുതി വെച്ചിട്ട് അവസാനം തനിക്ക് ആവശ്യമുള്ള സമയത്ത് അതൊന്നും കിട്ടാതെ വളരെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്വത്തൊക്കെ മക്കളുടെ പേരിൽ അല്ലെങ്കിൽ ഭാര്യന്റെ പേരിൽ. അങ്ങനെ ചില ആളുകൾ സ്വന്തം വീട് ഭാര്യന്റെ പേരിൽ അങ്ങോട്ട് എഴുതി വെക്കും. അവസാനം തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ നാട് പോകേണ്ടി വരും. ആ ഇറങ്ങിപ്പോകേണ്ടവർ അങ്ങനെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ നമ്മളുടെ പര്യവസാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് അത് തൻ്റെ സ്വത്ത് അത് തൻ്റെ കാലശേഷം എങ്ങനെയാന്ന് വെച്ചാൽ അതാ രീതി മക്കൾ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുകയാണ് ഏറ്റവും സേഫായിട്ടുള്ള അതിൻ്റെ മാർഗം അതാണ്. പിന്നെ പറഞ്ഞ രീതി തന്നെ പലരും ഖേദിക്കാറുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും അനുഭവം തന്നെ ഉണ്ട്. എന്താ ഇപ്പം ചെയ്യുക, ഉള്ളതൊക്കെ അങ്ങനെ ഓരോരുത്തർക്കാണ് കൊടുത്ത് ഇപ്പം ആവശ്യങ്ങൾക്കൊന്നും കിട്ടുന്നില്ല.
അവരൊട്ട് ശ്രദ്ധിക്കുന്നില്ല, മക്കളൊട്ട് ശ്രദ്ധിക്കുന്നില്ല. പത്രങ്ങളിൽ നമ്മൾ ധാരാളം വായിക്കുന്നതാണ്. പലരും പല സന്ദർഭങ്ങളിലും ഉമ്മയും ഉപ്പയും ഒക്കെ സ്വത്ത് പല മക്കളുടെയും പേരിൽ എഴുതി കൊടുത്ത അവസാനം അവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവും. മുസ്ലിം സമുദായത്തിൽ അത് ആപേക്ഷികമായി കുറവാണെങ്കിലും ആ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്റെ സ്വത്ത് ജീവിതകാലത്ത് മക്കൾക്കിടയിൽ ഓഹരി വെച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിനർത്ഥം ജീവിതകാലത്ത് ഓഹരി വെച്ച് കൊടുക്കുന്നത് ഹറാമാണ്, പാടില്ല എന്നുള്ളതല്ല. അത് അനുവദനീയമാണ്, അതിൽ യാതൊരു സംശയമില്ല, അനുവദനീയമാണ്. പക്ഷെ അനുവദനീയമാണെന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അത് നീതിപൂർവകമായി ചെയ്യേണ്ടത്. നീതിപൂർവകം, അതായത് തന്റെ അനന്തരാവകാശികളിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ സ്വത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ അനന്തരാവകാശികൾ ആരുടെയെങ്കിലും പേരിൽ എഴുതി വെക്കാൻ, അല്ലെങ്കിൽ ഇതിന് നമ്മളത് അതായിരിക്കരുത് നമ്മുടെ പ്രേരണ. പലപ്പോഴും ഈ പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കളുടെ ഒരവസ്ഥ അങ്ങനെയാണ്. പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കളാവുമ്പോൾ പിന്നെ ഒരു പ്രായം കെട്ട് കഴിഞ്ഞ് ഇനി ആൺകുട്ടി ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മനസ്സിൽ പിന്നെ ആകെ അവരെ ചിന്ത എന്തതിനായിരിക്കും, എന്താ പിന്നെ ഈ സ്വത്ത് അത് മുഴുവൻ ഈ പെൺകുട്ടിയൊക്കെ കിട്ടൂലല്ലോ, എൻ്റെ മക്കൾക്ക് കിട്ടൂലല്ലോ എന്നുള്ള ചിന്തയും അതൊരു ചെറിയ ഒരംശം, വളരെ ചെറിയ ഒരംശം ബാപ്പ ജീവിച്ചിരിക്കണമെങ്കിൽ അത് ബാപ്പാന്റെ ഓഹരിക്ക് പുറമെ അത് ബാപ്പാക്ക് തന്നെ പോകും. അതല്ല സഹോദരി സഹോദരന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്, വാപ്പട്ടില്ല, അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണെങ്കിൽ അത് സഹോദരി സഹോദരന്മാരിലേക്ക് വളരെ ചെറിയൊരു അംശം പോകും. ആ അംശം പോകുന്നതിനെ പല ആളുകളും കാണുന്നത് അതൊരു അന്യനിലേക്ക് പോകും പോലെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വത്ത് മുഴുവൻ തന്റെ പെൺമക്കളുടെ ഒക്കെ പേരിൽ എഴുതി വെക്കുക. അങ്ങനെ പെൺമക്കൾക്ക് അത്യാവശ്യമായ സമയങ്ങളിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്നതിന് യാതൊരു വിരോധമില്ല. പക്ഷെ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം, അതിന്റെ നിയ്യത്ത്, ഇത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം മറ്റാൾക്ക് പോകുമല്ലോ എന്ന ചിന്തയാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് ഈ എഴുതി വെക്കുന്ന ആളുകളുടെ നെയ്യത്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്തുദ്ദേശത്തിനാണ് ഇത് എഴുതി വെക്കുന്നത്, അതാണ് അവിടെ പരിഗണിക്കണം. അങ്ങനെ അനന്തരാവകാശികളിൽ ഏതെങ്കിലും ഒരാൾക്ക് ലഭിക്കരുത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുമല്ലോ എന്ന ആശങ്കയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സ്വത്ത് മറ്റ് അനന്തരാവകാശികളുടെ പേരിൽ നമ്മൾ എഴുതി വെക്കുന്നത് പാടില്ലാത്ത സംഗതിയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ സംഗതി, നമ്മൾ നൽകുന്നത് തന്നെ അത് വളരെ നീതിയോട് കൂടിയാണ്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായൊരു ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് അതായത് ബഷീർ കുറച്ച് സ്വത്ത് അത് നുഅ്മാന് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് അള്ളാന്റെ റസൂൽ സമ്മതിച്ചെങ്കിലേ എനിക്കതിന് സമ്മതമുള്ളൂ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനൊരു ദുരുദ്ദേശം വിചാരിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, എന്നാ വാ നമ്മൾ റസൂലിന്റെ അടുക്കിലേക്ക് പോവാന്ന് പറഞ്ഞു. ഈ നുഅ്മാനും കൂട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്, സ്വത്ത് കൊടുത്ത നുഅ്മാനും കൂട്ടി. അപ്പൊ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്, അത് നുഅ്മാൻ എന്ന് പറഞ്ഞ ഈ സ്വത്ത് കിട്ടിയ അയാൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ വാപ്പയും ഇമ്മയും അങ്ങനെ നബിന്റെ അടുക്കൽ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചൊരു ചോദ്യം അതാണ്, ഇതുപോലെ നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ആ വേറെ മക്കളുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ല, അവർക്കൊന്നും കൊടുത്തില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഅ്ദിലൂ ബൈന ഔലാദിക്കും, നിങ്ങൾ മക്കൾക്കിടയിൽ നീതി പാലിക്കണം. നീതിയോടെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തുല്യമായി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പല ആളുകളും തെറ്റുധരിച്ചത് അങ്ങനെയാണ്, തുല്യമായി കൊടുക്കണം എന്നുള്ളതാണ്. തുല്യമല്ല അവിടെ പ്രധാനം, നീതിയാണ് പ്രധാനം. നമ്മുടെ മക്കളിൽ ചില മക്കള് ചിലപ്പം വളരെ ദുർബലരായി പോയേക്കാം. അവര് എന്താണ്, അംഗവൈകല്യം ബാധിച്ചവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി ഒന്നുമില്ലാതെ വിഷമിക്കണ മക്കളുണ്ടാവും, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള മക്കളുണ്ടാവും. അപ്പൊ ഈ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായിരിക്കും നീതിയുടെ ഭാഗം. അല്ലാതെ തന്റെ സ്വത്ത് കൃത്യമായി ഓരോരുത്തർക്കും കൊടുക്കുക എന്നുള്ളതല്ല. തന്റെ സ്വത്തിൽ നിന്ന് താൻ നിർബന്ധമായും ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, അനീതി അതിലുണ്ടാകാൻ പാടില്ല. അനീതി ഇല്ലാത്ത രീതിയിൽ അത് ചെയ്യണം. അങ്ങനെ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലോ, അതും റസൂലുള്ളാഹി തന്നെ അവിടെ പറയുകയുണ്ടായി, നിങ്ങൾക്ക് മക്കളും
അതുപോലെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വഷളായിപ്പോകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല കുടുംബ ബന്ധങ്ങളുടെയും അതിൽ പരസ്പരം ശിഥിലമായി പോകുന്ന പല കുടുംബ ബന്ധങ്ങളുടെയും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിന്റെ ഒരു കാരണം ഉമ്മയും ബാപ്പയുടെയായിരിക്കും. ഉമ്മയും ബാപ്പയും കാണിക്കുന്ന പക്ഷഭേദം, ചില മക്കളുടെ ശ്രദ്ധിക്കുക, ചില മക്കളുടെ കാര്യത്തിലുള്ള അശ്രദ്ധ, ഈ കാരണം കൊണ്ടായിരിക്കും മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. വാപ്പയേറ്റും ഉണ്ടാക്കുന്നത്, ഉമ്മയേറ്റും ഉണ്ടാക്കുന്നത്, സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഒക്കെ അതുകൊണ്ടാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണർത്തിയ സംഗതിയാണ്. നിങ്ങളുടെ സമ്പത്ത് മക്കൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നീതി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കാണിക്കുന്ന ഈ മാതാപിതാക്കളോട് കാണിക്കേണ്ട ആ ബാധ്യതകളുണ്ടല്ലോ അത് അവർ ചെയ്യൂല, അത് അവർക്ക് അതിൽ പ്രയാസം ഉണ്ടാകും എന്നൊക്കെ റസൂലുള്ളാഹി ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് നീതിപൂർവകമാകണം. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് പോലെയുള്ള ആളുകളോട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് നല്ല മക്കളിൽ ചില ആളുകൾക്ക് വളരെ കൂടുതൽ തന്നെ സ്വത്തിന്റെ സിംഹഭാഗവും ചില സന്ദർഭങ്ങളിൽ ചെലവഴിക്കേണ്ടി വരും. അങ്ങനത്തെ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ബാപ്പയും മക്കളും എല്ലാവരും കൂടിയാലോചിച്ച് പരസ്പരം ഒരു തൃപ്തിയോടുകൂടി ആ സംഗതികൾ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും അഭികാമ്യമായ സംഗതി എന്നാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വത്ത് മിക്കവാറും മുഴുവൻ തന്നെ ചിലപ്പോൾ വിറ്റ് അത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ വാപ്പാണ് തീരുമാനിച്ച് സ്വത്തൊന്നായിട്ടാണ് വിൽക്കുക എന്നുള്ളതിന് പകരം അത് ആ മക്കളൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുക, എന്നിട്ട് സംസാരിക്കുക. എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇത് വിൽക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരുടെയും സംതൃപ്തിയോടുകൂടി, ഇഷ്ടത്തോടുകൂടി, അല്ലെങ്കിൽ അതിനുള്ള മറ്റെന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പിന്നെ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതൊക്കെ നീതിയോടുകൂടി ചെയ്യണം എന്ന ഈ കൽപ്പനയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നീതിയുടെ ഭാഗമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോ ഇത്തരം ഈ രീതിയിൽ നമ്മൾ സ്വത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ രീതിയിൽ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന് അതനുസരിച്ച് പോകട്ടെ എന്ന് വിചാരിക്കുകയും നമ്മൾ സ്വന്തം കൈകാര്യം ചെയ്യുമ്പോൾ അതിലൊരുപാട് പ്രയാസങ്ങളും അബദ്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് അത് ഒഴിവായി നിൽക്കുക. നിർബന്ധമായി ഓരോരുത്തർക്കും നൽകേണ്ടി വരികയാണെങ്കിലോ അതിൽ വേറെ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അവന് ഏതെങ്കിലും ഒരു മക്കളോടുള്ളൊരു ഇഷ്ടം ചില മക്കൾക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. അത് മക്കൾ നമ്മളുമായി നല്ല നിലക്കാണോ അല്ലേ എന്നുള്ളതൊന്നും അവരുടെ സ്വത്ത് അവർക്ക് നൽകുന്നതിന് അതൊരു തടസ്സമല്ല. അതിലൊക്കെ അവരോട് എല്ലാറ്റിലും അവരോട് മക്കൾ എന്നുള്ള നിലക്ക് നീതി പാലിക്കാൻ നമ്മൾ എന്തുകൊണ്ടും ബാധ്യസ്ഥരാണ്. പിന്നെ മറ്റൊരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള എന്താന്ന് വെച്ചാൽ ഈ അവനവന്റെ സ്വത്ത് ഇപ്പോ പ്രായമായി കഴിഞ്ഞാൽ ചില മക്കള് വാപ്പാനെ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനും വിൽപ്പന നടത്താനും സമ്മതിക്കാത്ത മക്കളുണ്ടാവും. വാപ്പാൻ്റെതായിരുന്നു സ്വത്ത്. അപ്പൊ വാപ്പാക്കിന് അത്യാവശ്യമായ ഒരു സംഗതി വന്നു, കയ്യിൽ പണമില്ല. അപ്പോ കുട്ടികൾ പലപ്പോഴും പ്രായമായ മാതാപിതാക്കളെ പറ്റി കുട്ടികൾ വിചാരിക്കുക എന്താണ്, അവർക്കിപ്പോൾ എന്താ ആവശ്യം, അവര് നമ്മൾ ഭക്ഷണം നൽകുന്നുണ്ട്, വസ്ത്രം നൽകുന്നുണ്ട്, ഒക്കെ നൽകുന്നുണ്ട്, പിന്നെ ഇപ്പം എന്താ ഉള്ളത്. പക്ഷെ അവർക്കും അവരുടേതായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവർക്ക് പോക്കറ്റ് മണി വേണം, അതുപോലെ അവർക്ക് ആളുകൾക്ക് സദക്ക കൊടുക്കണം. അങ്ങനത്തെ കുറേ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്ന, നമ്മൾ അമലും സാലിഹായി വിചാരിക്കുന്ന പല സംഗതികളും അവർക്കും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് അവരുടെ കയ്യിൽ അവർക്ക് സ്വത്ത് ഉണ്ടായിട്ടും അത് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളെ എനിക്കെന്നറിയാം, അങ്ങനെ സ്വത്തൊക്കെ കാര്യമായിട്ടുണ്ട്. പക്ഷെ മക്കൾ അതുപോലെ തൊടാൻ സമ്മതിക്കൂല. മക്കൾ പറയേ നിങ്ങളിപ്പോൾ അത് വിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ സംഗതി കൂടെ നടന്നു പോകണില്ലേ, പിന്നെ ഇപ്പം എന്തിനാ നിങ്ങളതിന് മെനക്കെടുന്നത്. എന്ത് നടന്നു പോകണില്ലാത്തത് കൊണ്ടാണ് ആ രക്ഷിതാവിന് അല്ലെങ്കിൽ ആ മനുഷ്യന് ഒരു 10 സെന്റ് ഞാൻ വിൽക്കട്ടെ, എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടാകട്ടെ, പൈസ ഉണ്ടായിട്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന സംഗതികളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ അവനവന്റെ സ്വത്ത് കൊണ്ട് അവനവൻ ഇങ്ങനെ സംഗതി ചെയ്യുന്നതിന് മക്കൾ തടസ്സം നിൽക്കുന്ന രീതിയുണ്ട്. മക്കൾ എന്തുകൊണ്ടാണ് തടസ്സം നിൽക്കുന്നത്? അത് തന്റെ അനന്തര സ്വത്തിൽ നമുക്ക് നമ്മുടെ വിഹിതം കുറയും എന്നുള്ള പേടിയാണ് പല ആളുകൾ. അതുപോലെ തന്നെ വേറെ മറ്റൊരു അവസ്ഥ നമ്മുടെ നാട്ടില് ഇപ്പോ ഭാര്യ മരിച്ചുപോയി എന്ന് വിചാരിക്കുക,
ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള സംഗതിയാണ്. പെണ്ണിന് ആണ് മരിച്ചു പോകുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരാണിന് അവരുടെ ഇണ പെണ്ണ് മരിച്ചു പോകുക എന്നുള്ളത്. കാരണം ഒരു ഭാര്യയിലൂടെ മാത്രം നിർവഹിക്കപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് പുരുഷനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഭാര്യ മരിച്ചു പോയാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു വിവാഹം ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ മക്കൾ സമ്മതിക്കൂല. മക്കൾ പറയും, എന്തിനാ വാപ്പാക്ക് വിവാഹം, വാപ്പാന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണില്ലേ, എന്താ വിവാഹത്തിന് ആവശ്യം എന്ന് പറയും. അങ്ങനെ പറയാൻ യഥാർത്ഥത്തിൽ ഈ മക്കൾക്ക് അവകാശമല്ല. വാപ്പാക്ക് വിവാഹം ആവശ്യമാണോ ആവശ്യമല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് വാപ്പ തന്നെയാണ്. അതിൽ മക്കൾ ആ രീതിയിൽ ഇടപെടാൻ. മക്കൾ എന്തുകൊണ്ടാണ് അത് സമ്മതിക്കാത്തത്? വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അനന്തര സ്വത്ത് അതിൽ വിഹിതം മറ്റുള്ളവർക്ക് പോകും. അതാണ്. ഒരു വിവാഹിതയായി ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കബിൽത്തു എന്ന് പറയണോടുകൂടി, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയണോടുകൂടി സ്വത്തിന്റെ 1/8 ഭാഗം അതാ പോയി എന്ന് അവർ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യന്മാരാണ് ഇതിന് വളരെ പ്രയാസപ്പെടുക. സാമ്പത്തിക ശേഷിയുള്ള പണക്കാരെ അവരുടെ മക്കള് രണ്ടാമത് വിവാഹം ചെയ്യാൻ പലപ്പോഴും അവർ സമ്മതിക്കൂല. ആ രീതിയിലുണ്ട്. അതൊക്കെ ഈ ജീവിതകാലത്ത് നമ്മുടെ കയ്യിലുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ പ്രയാസങ്ങളാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. മക്കളുടെ ഭാഗത്തായാലും അതുപോലെ സ്വത്തിന്റെ ഉടമയായ മാതാപിതാക്കളുടെ ഭാഗത്തായാലും എല്ലാ തലങ്ങളിലും ഇത്തരം സംഗതികളിൽ നീതി വേണം. എല്ലാവർക്കും നീതിയും സമാധാനവും അതുപോലെ ഓരോരുത്തർക്കും ലഭിക്കേണ്ട അവകാശവും ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്വന്തം കയ്യിലുള്ള സ്വത്തുക്കളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് അനന്തര സ്വത്തായി മരണശേഷം എങ്ങനെയാ അതുപോലെ ആകട്ടെ എന്ന് വിചാരിക്കുകയാണ് ഏറ്റവും ഉത്തമമായ രീതി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക.